ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കുറേ ദിവസമായില്ല ഇപ്പോൾ ഒരു വോയിസൊക്കെ ഇട്ടിട്ട് ഇപ്പം അന്ന് പൂരത്തിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ വോയിസുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. വീഡിയോ ഇടുന്നതും സ്വതവേ കുറവാണ്. ഇപ്പോൾ കുറച്ച് ആശുപത്രി പ്രശ്നങ്ങളൊക്കെ ആയിട്ടേ ഇന്നിപ്പോൾ ഒന്ന് ആശുപത്രി വിസിറ്റ് പോയി വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പെരുന്നാൾക്ക് കൂടാൻ പോവുകയാണ്. ഏട്ടൻ്റെ കടയിൽ താത്ത ഉണ്ടല്ലോ, ആ താത്തേൻ്റെ വീട്ടിലേക്ക് പെരുന്നാൾ കൂടാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ അവിടെ എത്തിയിട്ടാണ് ഒരു ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. ഫുഡൊക്കെ ഉണ്ടാക്കി പകുതി ആയിട്ടേ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഫുഡ് ഉണ്ടാക്കിയല്ലേ, ഇപ്പം കുറച്ച് വീഡിയോ എടുക്കാൻ കരുതി. അപ്പോൾ നല്ല ബിരിയാണി ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആണ്, എനിക്ക് നല്ല ഇഷ്ടമായി. മസാല ഒക്കെ നല്ലോണ്ടേക്ക് നല്ല മസാല ബിരിയാണി നല്ലൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ചിക്കൻ പൊരിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. പിന്നെ പായസം, സേമിയ പായസം ഉണ്ടാകുന്നു. പിന്നെ ഞാനും ഏട്ടനും കുട്ടി, പിന്നെ ഏട്ടൻ നിൽക്കുന്ന കടയത്തെ രാഹുൽ പറഞ്ഞൊരു ചെക്കൻ്റെ ഓനും എല്ലാവരും ഇവിടെ പോയില്ല. പിന്നെ അവിടെ ഉള്ളവരൊക്കെ എല്ലാവരും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്ന് കുടിയിരിക്കലിൻ്റെ വീഡിയോ ഇട്ടിരുന്നില്ലേ, ആ വീട്ടിലേക്കാണ് പിന്നെ ഞങ്ങൾ പെരുന്നാൾ കൂടാൻ വേണ്ടി പോയിട്ടുള്ളത്. അത് നല്ല ദമ്മൊക്കെ ഇട്ട് അടിപൊളി ബിരിയാണിയാണ്. പിന്നെ അവിടെ കുറച്ച് നേരം കുട്ടീനെ കളിപ്പിച്ചുകൊണ്ട് നമുക്ക് ജലദോഷമൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പൊറുതിക്കടൊക്കെ ഉണ്ട്. പിന്നെ അവിടെ താത്തേൻ്റെ അനിയൻ്റെ കുട്ടിയാണ് ആ ചെറിയ കുട്ടി. അപ്പോൾ അവരെ കൊടുത്തിട്ട് കരയിലുണ്ടോ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് നോക്കി നോക്കിയത്, കുശുമ്പ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കൊടുത്ത് നോക്കിയതാണ് അവൻ. അപ്പോൾ അവനൊരു കുഴപ്പമില്ല, നിങ്ങൾ ആലോചിച്ചെടുത്തോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല അവനും കൊണ്ട് നിൽക്കുകയാണ് ഓന്. പിന്നെ ചെറിയ കുട്ടിയത് കൊണ്ട് ഇങ്ങനെ തൊടാനും നുള്ളാനും ഒക്കെ നല്ല ആഗ്രഹം ഉണ്ടോന്. പക്ഷെ ഞങ്ങൾ സമ്മതിച്ചില്ല. കുട്ടിയല്ലേ, അറിയില്ലേ, ഇനിയിപ്പം രണ്ടാളും കുട്ടികളാണ്. അപ്പോൾ പിന്നെ എന്താ കാട്ടുകളോ പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഈ ചെറിയ കുട്ടിയാവും ഓനെ കാട്ടുക, അല്ലെങ്കിൽ അവനാവും കുട്ടീനെ കാട്ടുക. അപ്പോൾ ഏട്ടനടുത്ത് നിൽക്കുമ്പോൾ കുട്ടിക്ക് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനൊന്ന് എടുത്തോക്കട്ടെ, അവൻ കരയോ എന്തോ നോക്കാൻ വേണ്ടി നോക്കി നോക്കിയത്. അപ്പോൾ അവൻ അതും കുഴപ്പമില്ല, നല്ല ചിരിയിലില്ല. ഞാൻ കഴിഞ്ഞിട്ട് മടിയിൽ കടത്തിയപ്പോൾ പ്രശ്നമായി. അത് പിന്നെ കരച്ചിൽ തുടങ്ങി. ഉണ്ടായിന്നറിയാം. അതുവരെ മാങ്ങ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ മാങ്ങ കടിച്ചും കൊണ്ട് നിൽക്കുകയാണ്. അവിടെ താത്തേൻ്റെ ഉമ്മ മാങ്ങ അരിയുണ്ടായിരുന്നു. അപ്പോൾ അവന് മാങ്ങ കണ്ടപ്പോൾ മാങ്ങയ്ക്ക് ആവശ്യമായി. അപ്പോൾ അങ്ങനെ മാങ്ങ കയ്യിൽ കൊടുത്താൽ പിന്നെ കുറേ നേരം അതിങ്ങനെ മാങ്ങ ഈമ്പിയും കൊണ്ട് അങ്ങനെ നടന്നേന്നു. ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രിയാണ് പോകുന്നത്. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പോയി. 3 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് എത്തുന്നത്, ഫോട്ടോ എടുക്കൽ കഴിഞ്ഞ് എത്തുന്നത് 6 മണി 6:30. പിന്നെ വന്നയക്കരെ പിന്നെ അവനങ്ങനെ കടന്നു. ഞാൻ നീച്ച് ഫുഡൊക്കെ കൊടുത്ത് ഒന്ന് മേലൊക്കെ കഴിച്ചിട്ട് ഇനി വന്ന് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഉറങ്ങുന്നുള്ള അറിയണതുകൊണ്ട് തന്നെ അവിടുന്ന് മേക്കയച്ചു. എന്നിട്ടാണ് കൊടുന്നത്. എന്നാൽ പിന്നെ ആ സുഖത്തിൽ നല്ലോണം കടന്നു തുടങ്ങിക്കോളും, ഇങ്ങനെ നീക്കില്ല. പിന്നെ അങ്ങനെ കുറച്ചിട്ടൊക്കെ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന് പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ അവിടെ എല്ലാവരെയും അറിയണമാണല്ലോ. അപ്പോൾ എല്ലായിടത്തും സംസാരിച്ച് പിന്നെ താത്ത ഉണ്ട്, അവരെ മക്കൾ ട്വിൻസാണ്. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നേഴ്സിങ്ങിൻ്റെ. അപ്പോൾ അവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തും കുറച്ചിടയ്ക്ക് എൻ്റെ പ്രായമുള്ളവർക്കും പിന്നെ അവരുടെ അടുത്തും കുറച്ചിടയ്ക്ക് വർത്തമാനം പറഞ്ഞ് നിന്ന് പിന്നെ മൈലാഞ്ചിയൊക്കെ ഇട്ട് ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ഞങ്ങൾ മൈലാഞ്ചി ഇട്ടു. എൻ്റെ നോക്കണ്ടേ, അപ്പോൾ ഞങ്ങൾ ബിഗ് ബിയാണ് ഇട്ടത്. എന്നാൽ വേഗം ചോക്കുമല്ലോ, കുട്ടി കരടേനെ മുന്നേ വേഗം ചോക്കുമല്ലോ വെച്ചിട്ട് ബിഗ് ബി ഒക്കെ ഇട്ട് നല്ല രസമുണ്ടാകും. ഡിസൈനൊക്കെ നല്ല രസമുണ്ടാകുന്നു. പിന്നെ കെമിക്കലാണ്, അത് വേറെ കാര്യം. നമ്മൾ വീട്ടിലുണ്ടാക്കണ മൈലാഞ്ചി ഇട്ടില്ലാണ്ട് വെച്ചാൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. എന്തായാലും മടിയിൽ വെച്ചിട്ട് കുറേ ഇട്ടിട്ട് ഞാൻ മൈലാഞ്ചി കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ കണ്ടപ്പോൾ പൂതിയായപ്പോൾ അങ്ങനെ മൈലാഞ്ചി ഇട്ടിട്ട് പിന്നെ രണ്ടാളും ഒരാൾ ട്രൗസറിൻ്റെ വള്ളി ഒരാളും വാങ്ങി കടിച്ചും കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ മൈലാഞ്ചി നോക്കിയിട്ട് പറയും ഡിസൈനൊക്കെ എങ്ങനെയുണ്ട്, ഡ്രസ്സുണ്ടോ എന്നുള്ളത്. ഇട്ടെന്നാളെ മുഖം എടുത്തിട്ടില്ല. ആർക്കാർക്കും മുഖം കാണിക്കാൻ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ആരും വീഡിയോസിൽ ഉൾപ്പെടുത്തിയില്ല. പിന്നെ ഞങ്ങൾ പോയി പറഞ്ഞ താത്തല്ലേ, ആ താത്തയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ഷാജി തിങ്സ് എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, കുടിയിരിക്കൽ കഴിഞ്ഞ ശേഷം തുടങ്ങിയ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഇതൊക്കെ ചില വീഡിയോസൊക്കെ ആയിക്ക് വേണ്ടി എടുത്ത വീഡിയോസാണ്. അതാണ് എനിക്ക് വേണം പറഞ്ഞിട്ട് വാങ്ങി അങ്ങനെ എടുത്ത വീഡിയോസാണ് ഞാൻ. അപ്പോൾ തൈരും അച്ചാറും പായസമൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ വീഡിയോ എടുത്ത്
പിന്നെ ഇതൊക്കെ അവർ തല കാണിക്കണ്ടെന്ന് വെച്ചും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് പിന്നെ തല കാണിച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ എന്തായിട്ട് നിൽക്കുന്ന കടയുടെ ചെക്കനാണത്. പിന്നെ അത് താത്തേൻ്റെ ഉപ്പയാണ്. പിന്നെ കുറച്ച് നേരം റീൽസിനുള്ള വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.